ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഇന്ന് പകൽക്കാലം രാവിലെ എണീറ്റ് പേഴ്സണലായി പ്രാർത്ഥന കഴിഞ്ഞ് ಇಂದು ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ಪರ್ಸನಲ್ ಪ್ರೇಯರ್ ನಂತರ ഇങ്ങനെ ഇരിക്കുമ്പോൾ ಈ ರೀತಿ ಇರುವಾಗ എഴുതി കാണിച്ച വാക്യമാണ്. ಈ ರೀತಿ ಬರೆದು ತೋರಿಸಿದ ವಾಕ್ಯವಾಗಿದೆ. ദൈവം ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ಮಾತನಾಡುವ ದೇವರಾಗಿದ್ದಾನೆ. യോഹന്നാന്റെ സുവിശേഷം ಯೋಹಾನನ ಸುವಾರ್ತೆ 20-ാം അധ്യായത്തിന്റെ 19-20 വാക്യമെന്ന് ദൈവാത്മാവിനെ എഴുതി കാണിച്ചു. ಯೋಹಾನನ ಸುವಾರ್ತೆ 20:19-20 ಎಂಬುದಾಗಿದೆ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നിവിടെ പല പ്രിയപ്പെട്ടവരും ഭയത്തോടെയായി. ಆವಾಗ ನನಗೆ ಅರ್ಥ ಆಯ್ತು, ಅನೇಕರಲ್ಲಿ ಬಂದಿರುವುದು ಭಯದೊಂದಿಗೆ ಆಗಿದೆ. ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ದಾಸನ ಪ್ರಾರ್ಥನೆ അജയ് ബ്രദർ പറഞ്ഞു, ഭയത്തോടെ ഇരിക്കുന്ന ചില വിഷയത്തിന്മേൽ ഇന്ന് പരിഹാരം ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. നമ്മൾ പാടുന്ന പാട്ടിൽ ദൈവത്തിന്റെ വചനമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചിന്ത ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി ಮನುಷ್ಯರ ಪಾಪದ ಮೋಚನಕ್ಕೋಸ್ಕರ 30 വർഷം തന്റെ മാതാപിതാക്കളോട് ജീവിച്ചു. 30 ವರ್ಷ ತಂದೆ ತಾಯಿಗಳ ಹತ್ರ ಜೀವಿಸಿದ. 30ാമത്തെ വയസ്സിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ചു. 30ನೇ ವಯಸ್ಸಲ್ಲಿ ದೇವರ ಸೇವೆ ಮಾಡಿದ. തന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞ് താൻ ആദ്യം ചെയ്തത് ಪ್ರಾರಂಭ ಮಾಡಿದಾಗ ಮೊದಲನೇದಾಗಿ ಮಾಡಿದ್ದು തനിക്കുള്ള ശിഷ്യന്മാരെ ചേർക്കുകയാണ്. ಶಿಷ್ಯರನ್ನು ಆರಿಸಿಕೊಂಡರು. അങ്ങനെ കടൽക്കരയിലേക്ക് താൻ പോവാനിടയായി. ಸಮುದ್ರದ ದಡಕ್ಕೆ ಹೋಗುವುದು. അനേകരോടെ മീൻ പിടിക്കുന്നുണ്ട്. ಅನೇಕರಲ್ಲಿ ಮೀನು ಹಿಡಿಯುತ್ತಿದ್ದಾರೆ. എന്നാൽ പത്രോസ് ഇങ്ങനെ പലരെയും യേശു തന്റെ ശിഷ്യന്മാരായി. അങ്ങനെ യേശുവിന് മൊത്തം 12 ശിഷ്യന്മാരുണ്ടായി. യേശുവിಗೆ ಮೊತ್ತ 12 ಶಿಷ್ಯರು. അറിയപ്പെടാത്ത 70 ശിഷ്യന്മാരുണ്ടായിരുന്നു. ತಿಳಿದಿರುವ 70 ಶಿಷ್ಯರು ಇದ್ದರು. യേശു തന്റെ കാലയളവിന്റെ അവസാനം വന്നപ്പോൾ യേശു സ്വാമി ಆತನ ಕಾಲದ ಕೊನೆಯಾಗಿ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്നതാണ്. ಎಲ್ಲರಿಗೂ ಗೊತ್ತಿರುವುದಾಗಿದೆ. അപ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു, ಅವರ ಹತ್ರ ಈ ಪ್ರಕಾರ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ಹೃದಯ ಚಂಚಲವಾಗಿ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കണം. ದೇವರಲ್ಲಿ ನಂಬಿ ನನ್ನಲ್ಲಿ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ತಂದೆಯ ಮನೆಯಲ್ಲಿ ಅನೇಕ ವಾಸಸ್ಥಳಗಳು. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. ಒಂದು ಜಾಗವನ್ನು സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ಅದನ್ನು ಸಿದ್ಧಪಡಿಸಿ ನಿಮ್ಮನ್ನು ನಾನು ಸೇರಿಸುತ್ತೇನೆ. 14-ാം അധ്യായം അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. 14ನೇ ಅಧ್ಯಾಯವನ್ನು ധൈര്യಪಡಿಸುವ അധ്ಯಾಯ. ഒരു കാലവും ദൈവമക്കൾ ദൈവസന്നിധിയിൽ വന്ന് ധൈര്യം പ്രാപിക്കും. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮಕ್ಕಳು ಬಂದು ಧೈರ್ಯ. നമ്മുടെ ഈ ഭൂമി യാത്രയിൽ പ്രതിസന്ധികളുണ്ട്. ಈ ಭೂಮಿಯ ಪ್ರಯಾಣದಲ್ಲಿ ಪ್ರತಿಕೂಲತೆ ಇದೆ, പ്രതികൂലങ്ങളുണ്ട്. അതിനൊക്കെ ജയിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ದೇವರ ಸಾನ್ನಿಧ್ಯ ಬೇಕು. അവസാനം യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ಕೊನೆಯದಾಗಿ ಯೇಸು ನಾನು ನಿಮಗೆ ನನ್ನ ಸಮಾಧಾನ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ യഹൂദന്മാർ യേശുവിനെ പിടിച്ചു. ಯಹೂದರು യേശുവിനെ ക്രൂശിക്കുവാനിടയായി. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಶಿಲುಬೆಯಲ್ಲಿ. 3-ാം നാൾ നമുക്കറിയാം 20-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം. 20ನೇ ಅಧ್ಯಾಯದ സ്റ്റോറി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഭക്തലക്കാരത്തി മറിയയും സഹോദരിമാർ യേശുവിന്റെ കല്ലറയിൽ പോയി. ಈ ರೀತಿ ಮರಿಯ ಸಹೋದರಿಗಳು ಯೇಸು ಸ್ವಾಮಿಯ ಸಮಾಧಿ ಹತ್ರ അവിടെ ചെന്ന് നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കണ്ടില്ല. കല്ലറ ഓപ്പൺ ചെയ്ത് കിടക്കുന്നതായിട്ട് ನೋಡಿದಾಗ ಯೇಸುವಿನ ಶರೀರ ಅಲ್ಲಿ ನೋಡಲಿಲ್ಲ, ಆ ಕಲ್ಲರ ತೆರೆದಿರುವುದು ನೋಡಿದರು. അവർ പോയി യേശുവിന്റെ ശിഷ്യന്മാരെ അറിയിച്ചു. ಅವರು ಹೋಗಿ ಯೇಸುವಿನ ಶಿಷ್ಯರಿಗೆ ಹೇಳಿದರು. അവർക്ക് സന്തോഷമുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ ഭയമാണ്. ಅವರಿಗೆ ಭಯವಿತ್ತು. നമുക്കറിയാം. എന്നിട്ട് അവരും വന്ന് കല്ലറയിൽ നോക്കിയിട്ട് അങ്ങ് പോയി. ಅವರು ಸಮಾಧಿಯನ್ನು ನೋಡಿ ಹೋದರು. എന്നാൽ ഈ സഹോദരിമാർ ആ കല്ലറയ്ക്ക് അടുത്ത് തന്നെ നിൽക്കുവാനിടയായി. ಸಹೋದರಿಗಳು ಅಲ್ಲೇ ನಿಂತಿರುವುದು ನೋಡಿದರು. ദൂതൻ വന്ന് പറഞ്ഞു, യേശു ഉയർത്ത് പോയിരിക്കുന്നു. ಯೇಸು ಸ್ವಾಮಿ ಎದ್ದು ಮತ್ತೆ ಹೋಗಿದ್ದಾರೆ. സഹോദരന്മാർ ശിഷ്യന്മാരെ അറിയിക്കുവാൻ പറഞ്ഞു. ಶಿಷ್ಯರಿಗೆ ಹೋಗಿ ಹೇಳಿ ಎಂಬುದಾಗಿ. അങ്ങനെ ശിഷ്യന്മാർ എന്തെന്നറിയാമോ? ಶಿಷ್ಯರು ಏನ್ ಮಾಡಿದ್ರು? ഇത് കണ്ടിട്ട് ഭയപ്പെട്ട് ഒരു മുറിയിൽ അടച്ചിരിക്കുക. ಈ ರೀತಿ ಒಂದು ರೂಮಲ್ಲಿ. ഇനി അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിർത്തി വായിച്ചാട്ടെ. 19ನೇ ವಾಕ್ಯ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആ ദിവസം ഒരു സൺഡേ രാവിലെ, ಒಂದು ಸಂಡೇ ಬೆಳಗಿನ അല്ല നേരം വൈകിയപ്പോൾ, ಕೊನೆದ ಸಮಯ, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച്. കണ്ടോ, ശിഷ്യന്മാർ എന്ത് ചെയ്യാ? യഹൂദന്മാരെ പേടിച്ചിരിക്കുക. ಶಿಷ್ಯರು ಯಹೂದರನ್ನು ಭಯಪಟ್ಟು ಕೂತಿದ್ದಾರೆ. യേശുവിനെ കൊന്ന് ഞങ്ങളെയും എപ്പോഴേലും തട്ടും എന്ന് അവർക്കറിയാം. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಸಾಯಿಸಿದ್ರು ನಮ್ಮನ್ನು ಅವರು ಹಿಡಿಯುತ್ತಾರೆ ಎಂಬುದಾಗಿ ಭಯ. നമ്മൾ കണ്ട സങ്കീർത്തനത്തിൽ ദാവീദിനെ അമാലേക്കർ അല്ലെങ്കിൽ ഫെലിസ്ത്യർ പിടിച്ചിരിക്കുകയാണ്. ಇಲ್ಲಿ ದಾವೀದನನ್ನು ಆ ಶತ್ರುಗಳು ಹಿಡಿದುಕೊಂಡು ಹೋಗಿದ್ದಾರೆ. കാരണം അവിടെ ധൈര്യം സംഭരിക്കുകയാണ്. ಆದರೆ ದಾವೀದನಲ್ಲಿ ಧೈರ್ಯವನ್ನು. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർ യേശു അനേക കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಅನೇಕ ವಿಷಯ ಅವರ ಹತ್ರ ಹೇಳಿದರು. എന്നാൽ ഇപ്പോൾ അവർ പേടിച്ചു. ಈಗ ಅವರು ಭಯಭೀತರಾಗಿ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി
പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ പേടിച്ചത്. ದೇವರ ಮಕ್ಕಳೇ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಂದು ಪ್ರತಿಕೂಲತೆ ಬರುವಾಗಾಗಿದೆ ನಮಗೆ എത്രയോ ಭಯ. പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ಎಷ್ಟೋ ಪ್ರತಿಕೂಲತೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ നമ്മുടെ ಬಂದಿದೆ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ನಮ್ಮ വന്നിട്ടുണ്ട്. ಒಬ್ಬೊಬ್ಬರ ಜೀವಿತದಲ್ಲಿ ಬಂದಿದೆ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി ಆದರೆ പറയുകയാണ്, ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ದೇವರ ಆತ್ಮ ಹೇಳುವುದು, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു യേശുവിന്റെ ಆ സാന്നിധ്യം. ಪ್ರತಿಕೂಲತೆಯ ಮಧ್ಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ಪ್ರತಿಕೂಲತೆಯ ಮಧ್ಯದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಇಳಿದು ಬರುತ್ತಾರೆ. വാതിൽ അടച്ചിരിക്കുകയാണ്. ಅಲ್ಲಿ ಡೋರ್ ಕ್ಲೋಸ್ ಮಾಡಿ, നമുക്കറിയാം, ഭയമുള്ളപ്പോഴാണ് എന്ത്, നമ്മൾ പ്രത്യേക രാത്രിയിലാണ് കഥകളെല്ലാം അടച്ചു പോകുന്നത്. ನಾವು ರಾತ್ರಿ ಸಮಯದಲ್ಲಿ ಡೋರ್ ಎಲ್ಲ ಲಾಕ್ ಮಾಡುತ್ತೇವೆ. കാരണം ആ സമയത്താണ് ശത്രുക്കൾ വരുന്നത്. ಆ ಸಮಯದಲ್ಲಿ ಕಳ್ಳರು ಮತ್ತು ಶತ್ರುಗಳು ಬರಬಹುದು. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭവനത്തിലും രാത്രിയിൽ എന്ത് ചെയ്യും? കഥ അടയ്ക്കും. ಎಲ್ಲ ಮನೆಯಲ್ಲಿ ರಾತ್ರಿ ಡೋರ್ ಎಲ್ಲ ಕ್ಲೋಸ್ ಮಾಡುತ್ತಾರೆ. അപ്പോൾ ഇതുപോലെ ശിഷ്യന്മാരും ആകപ്പോടെ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ಈ ಶಿಷ್ಯರು ಅದೇ ರೀತಿ ಭಯಪಟ್ಟರು. യേശുവിനെ പിടിച്ചു ഇനി ഞങ്ങളെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. ಯೇಸುವಿನ ಹಿಡಿದು ನಮ್ಮನ್ನು ಹಿಡಿಯಬಹುದು അങ്ങനെ ಎಂಬುದಾಗಿ ഭയപ്പെട്ട് പേടിച്ച് വിറച്ചിങ്ങനെ മൂലയിൽ ഇരിക്കുന്നു. ಈ ರೀತಿ ಭಯಪಟ್ಟು ಡೋರ್ ಎಲ್ಲ ಕ್ಲೋಸ್ ಮಾಡಿ ಒಳಗೆ ಕೂತಿರುವಾಗ യേശു എന്നവരുടെ നടുവിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ಯೇಸು ಸ್ವಾಮಿ ಅವರ ಮಧ್ಯದಲ್ಲಿ ಬಂದರು. ഈ വചനപ്രകാരം ദൈവാത്മാവിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്, ವಚನದ ಪ್ರಕಾರ ನಾನು ದೇವರ ಆತ್ಮದಲ್ಲಿ ഇന്ന് പകൽക്കാലം എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ಇಂದು ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ಯಾವುದಾದ್ರೂ ವಿಷಯದ ಮೇಲೆ ಭಯವಿದ್ದರೆ യേശു നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നിടത്ത് യേശു നമ്മുടെ നടുവിലുണ്ട്. ಸೇರಿಕೊಂಡು ಜಾಗದಲ್ಲಿ യേശു പറഞ്ഞു, ഞാൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരാമെന്നാണ്. ಅವರ ಮಧ್ಯದಲ್ಲಿ ಬರುತ್ತೇವೆ. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. യേശു എന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ಯೇಸು ലോർഡ്. ಸ್ವಾಮಿ ನನ್ನ ಜೊತೆ ಇದ್ದಾರೆ. പാടുണ്ട്, എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ. എന്റെ യേശു എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകില്ല. ഓ എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകില്ല. കൈവിടുകില്ല എന്നെ താങ്ങി നടത്തിയിടും. കൈവിടുകില്ല എന്നെ താങ്ങി നടത്തിയിടും. ഓ ശത്രു സൈന്യമെത്രത്തോളം ഉയർന്നാലും ഞാൻ ഇടറിപ്പോകില്ല. ശത്രു പക്ഷമെത്രത്തോളം ഉയർന്നാലും ഞാൻ ഇടറിപ്പോകില്ല. ഓ ജയം നേടില്ല ശത്രു, ജയം നേടില്ല, ജയം നേടില്ല ശത്രു, ജയം നേടില്ല. ഓ എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകില്ല. ഓ എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറിപ്പോകില്ല. കൈവിടുകില്ല എന്നെ താങ്ങി നടത്തിയിടും. കൈവിടുകില്ല എന്നെ താങ്ങി നടത്തിയിടും. കൈവിടുകില്ല എന്നെ താങ്ങി നടത്തിയിടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യർ കൈവിട്ടിട്ടുണ്ട്. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಬಾರಿ ಅನೇಕ ಮನುಷ್ಯರು ಕೈ നമ്മുടെ ಬಿಟ್ಟಿರಬಹುದು. സ്വന്തം സഹോദരങ്ങൾ കൈവിട്ടിട്ടുണ്ട്. ನಮ್ಮ ಸ್ವಂತ ಸಹೋದರರು ಕೈ ಬಿಟ್ಟಿರಬಹುದು. എന്നാൽ യേശു നമ്മളെ കൈവിടുന്നത് ಆದರೆ ಯೇಸು ಎಂದಿಗೂ ಕೈ ಬಿಡದೆ ಇರುವ ശിഷ്യന്മാർ ದೇವರು. ഓർത്തു, അയ്യോ യേശു പോയി ഞങ്ങളുടെ ഗതി എന്താ? ಶಿಷ್ಯರು ನೆನೆಸಿರಬಹುದು, ಯೇಸು ಸ್ವಾಮಿ ಹೋದ್ರು ನಾವು ಏನ್ അവരുടെ ಮಾಡ್ತೇವೆ. നടുവിലേക്ക് യേശു ಆದರೆ വന്നിട്ട് ಯೇಸು ಸ್ವಾಮಿ ಅವರ ಮಧ್ಯಕ್ಕೆ ಬಂದು അവരോട് പറയുകയാണ്, ಅವರ ಹತ್ರ ಹೇಳುವುದು, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವೇ. യേശു ഇന്ന് പകൽക്കാലൂടെ വന്നിട്ട് ಯೇಸು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆಗಿದ್ದಾರೆ. അതിനുവേണ്ടിയാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്. ಅದಕ್ಕಾಗಿ ನಾವು ನಿಮಗೆ പാസ്റ്ററെ കാണാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, യേശുവിനെ കാണാനാണ് വന്നിരിക്കുന്നത്. ആ യേശു ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. ಮಧ್ಯದಲ್ಲಾಗಿದ್ದಾರೆ.
ಹೇಳಿದ್ದಾರೆ. ആ യേശു പറയുകയാണ്, മകനെ മകളെ നിനക്ക് ಯೇಸು ಸ್ವಾಮಿ ಹೇಳುವುದು, ಮಗನೇ ಮಗಳೇ ನಿಮಗೆ ಸಮಾಧಾನ. സമാധാനം ഏറ്റെടുത്തു. ಆ ಸಮಾಧಾನ ನಾವು ಸ್ವೀಕರಿಸಬೇಕು. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? തന്റെ കൈയും വിലാപ്പുറവരെ കാണിച്ചു. ಅದು ಹೇಳಿದ ನಂತರ ಆತನ ಕೈ ಮತ್ತೆ ವಿಲಾಪವನ್ನು ತೋರಿಸಿದ್ರು. കർത്താവിനെ കണ്ടിട്ട് ಕರ್ತನನ್ನು ನೋಡಿ ശിഷ്യന്മാർ സന്തോഷിച്ചു. ಶಿಷ್ಯರು ಸಂತೋಷಗೊಂಡರು. യേശുവിനെ കണ്ടപ്പോൾ ಯೇಸುವನ್ನು ನೋಡಿದಾಗ അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം. ಅವರ ಹೃದಯದಲ್ಲಿ ದೊಡ್ಡ ಸಂತೋಷ. അവരുടെ ഭയം ഇതായിരുന്നു, യേശു അവരുടെ മുമ്പിൽ നിന്ന് മാറ്റും. ಅವರ ಭಯವಿದಾಗಿತ್ತು, ಯೇಸು ಸ್ವಾಮಿ ಅವರನ್ನು ಬಿಟ್ಟು ಹೋದರು. നമ്മോട് കൂടി ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ನಮ್ಮ ಜೊತೆ ಯಾವಾಗಲೂ ಇರುವ ದೇವರ ಸಾನ್ನಿಧ್ಯ. ദൈവ സാന്നിധ്യം നമ്മുടെ ഭയത്തെ മാറ്റും. ದೇವರ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಭಯವನ್ನು അതുകൊണ്ടാണ് ആരാധനകൾക്ക് മീറ്റിങ്ങുകൾക്ക് കടന്നു വരണമെന്ന് പറയുന്നത്. ಅದಕ್ಕಾಗಿ ಆರಾಧನೆಗೆ ಮೀಟಿಂಗ್ಗೆ ಬರಬೇಕೆಂಬುದಾಗಿ. ദൈവസഭ ദൈവജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ಒಟ್ಟಾಗಿ ಸೇರಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഓരോ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ಇರುವ ನಾನು ನೀವು ಒಂದೊಂದು ಸಮಸ್ಯೆ ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. ಪ್ರತಿಕೂಲತೆಯಲ್ಲಿ ಹೋಗುತ್ತೇವೆ. ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ದೇವರ ಮಕ್ಕಳೊಟ್ಟಾಗಿ ಸೇರಿ ആ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്ന് ದೇವರ ಸಾನ್ನಿಧ್ಯ ಹಿಡಿದು ആ ദൈവീയ സമാധാനം നമ്മളിലേക്ക് ಆ ದೇವರ ಸಮಾಧಾನ ಮನದಲ್ಲಿ ಬರುತ್ತದೆ. ആ ശിഷ്യന്മാരാണ് പിന്നെ ധൈര്യശാലികളായി ലോകത്തിന്റെ പല ഭാഗത്തും പോവാൻ. ಆ ಶಿಷ್ಯರಾಗಿ ಧೈರ್ಯಶಾಲಿಗಳಾಗಿ ಅನೇಕ യേശു ಜಾಗಗಳಲ್ಲಿ അവരുടെ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് സമാധാനം. ಯೇಸು ಅವರಿಗೆ ಮಾತು ಹೇಳಿದ್ದು, ನಿಮಗೆ ಸಮಾಧಾನ. യേശുവിനെ അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ಅವರು ಯೇಸುವನ್ನು ನೋಡಿದರು, അവർ സന്തോഷിക്കുവാൻ. ಅವರು ಸಂತೋಷಗೊಂಡರು. ആ സന്തോഷം കൊണ്ടാണ് അവർ ഇന്ത്യയിൽ വരെ തോമാസ് ലീഗ വരുവാൻ. ಆಗ ಆ ಸಂತೋಷ ಮೂಲಕವಾಗಿ ಇಂಡಿಯಾವರೆಗೂ ಅವರು ആ കാലത്ത് ಬಂದರು. ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ചെറിയ ബോട്ടുകളിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ട്. ಆ ಕಾಲದಲ್ಲಿ ಫ್ಲೈಟ್ ಇಲ್ಲ, ಏನೂ ಇಲ್ಲ, ಶಿಪ್ യേശു അവർക്ക് കൊടുത്ത ആ സമാധാനം ಯೇಸು ಸ್ವಾಮಿ ಅವರಿಗೆ ಕೊಟ್ಟಿರುವ ಸಮಾಧಾನ മറ്റുള്ളവരിലേക്ക് അവർ പകരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം, ನಮಗೆ സന്തോഷം ಸಿಕ್ಕಿರುವ ಈ ಸಂತೋಷ ಸಮಾಧಾನ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ಬೇರೆಯವರಿಗೂ ಅದು ಕೊಡಬೇಕು. കഷ്ടത്തിൽ ഇരിക്കുന്നവരെ, പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവരെ ആരാധനയ്ക്ക് വിളിച്ചുകൊണ്ട് വരണം. ಕಷ್ಟದಲ್ಲಿ ಪ್ರತಿಕೂಲದಲ್ಲಿ ಆಗಿರುವವರನ್ನು ദൈവദാസന്മാരുടെ മാത്രമല്ല ദൈവജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ದೇವರ ದಾಸರ ಮಾತ್ರವಲ್ಲ, ದೇವರ ಜನರ ಜವಾಬ್ದಾರಿಯಾಗಿದೆ. നമുക്ക് പിന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം ರೆವಲ್ಯೂಷನ್ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1ನೇ ಅಧ್ಯಾಯ 17-18 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17. ಪ್ರಕಟಣೆ 1ನೇ ಅಧ್ಯಾಯ 17-18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ಪ್ರಕಟಣೆ ಪುಸ್ತಕ ಎಂಬುದಾಗಿ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു അരുമ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ಯೇಸು ಸ್ವಾಮಿ ಪ್ರೀತಿ ಮಾಡಿರುವ ಒಂದು ಶಿಷ್ಯರಾಗಿದ್ದ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു ಯೇಸು ശിഷ്യനായിരുന്നു. ಸ್ವಾಮಿಯ ಎದೆ ಹತ್ರ ಸೇರಿ യേശു സ്നേഹിക്കാൻ കാരണം എന്താ? ಯೇಸು ಪ್ರೀತಿ ಮಾಡಲು ಕಾರಣ യേശുവിനെ അധികമായി സ്നേഹിച്ചതുകൊണ്ട്. ಆತನ ಯೇಸುವನ್ನು ಅಧಿಕವಾಗಿ ಪ್ರೀತಿ കേട്ടോ, നമ്മളെ യേശു കൂടുതലായിട്ട് എപ്പോഴാണ് സ്നേഹിക്കുന്നത്? ನಮ್ಮನ್ನ ಯೇಸು ಯಾವಾಗ ಜಾಸ್ತಿ നമ്മൾ യേശുവിനെ കൂടുതലായി സ്നേഹിക്കണം. ನಾವು ಯೇಸುವನ್ನು ಜಾಸ್ತಿಯಾಗಿ നമ്മുടെ മക്കളെക്കാൾ യേശുവിനെ സ്നേഹിക്കണം. ಮಕ್ಕಳಿಗಿಂತ ಯೇಸುವನ್ನು നമ്മുടെ ഭാര്യയെക്കാൾ യേശുവിനെ സ്നേഹിക്കണം. ಹೆಂಡತಿಗಿಂತ ಯೇಸುವನ್ನು നമ്മുടെ ഭർത്താവിനേക്കാൾ യേശുവിനെ സ്നേഹിക്കണം. ಗಂಡಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಯೇಸುವನ್ನು നമ്മുടെ പാസ്റ്ററേക്കാൾ യേശുവിനെ സ്നേഹിക്കണം. ಪಾಸ್ಟರ್ಗಿಂತ ಯೇಸುವನ್ನು ಪ್ರೀತಿ കേട്ടോ, ആ യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നത്. ಯೇಸುವನ್ನು ಪ್ರೀತಿ ಮಾಡುವ ಯೇಸು അപ്പോൾ യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു. ಯೋಹನಾನ ಯೇಸುವನ್ನು ಪ್ರೀತಿ ಮಾಡಿದ ಶಿಷ್ಯರು. അദ്ദേഹത്തെ സ്വാഭാവിക മരണം ഭരിച്ച യോഹന്നാൻ മാത്രമാണ്. ನ್ಯಾಚುರಲ್ ಡೆತ್ ಆಗಿರುವುದು ಜಾನ್ಗೆ ಮಾತ್ರ. അദ്ദേഹത്തെ കൊല്ലാൻ പലപ്പോഴും അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ നോക്കിയിട്ട് നടന്നില്ല. ಅನೇಕ ಬಾರಿ ಆತನನ್ನು ಸಾಯಿಸಲು ಯಹೂದ തിളച്ച എണ്ണയിൽ ഇട്ടിട്ടുണ്ട്, അവൻ ചത്തില്ല. ಈ ರೀತಿ ಬಾಯ್ಲಿಂಗ್ ಆಯಿಲ್ ಹಾಕಿದ್ರು. അവസാനം സഹികെട്ട് നാട് കടത്തുവാനിടയായി. ಮತ್ತೆ ಇದಾಗಿ ಅವರು ಬೇರೆ ಒಂದು ಐಲ್ಯಾಂಡ್ ಗೆ ಹಾಕಿದರು. ലോകത്തിൽ ഫിജി എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നാട് കടത്തിക്കൊണ്ടിരുന്ന ദ്വീപാണ് ഫിജി. ಆಗ ಫಿಜಿ ಎಂಬ ಒಂದು ಐಲ್ಯಾಂಡ್ ಇದೆ. ಈ ರೀತಿ ಮುಂಚೆ ಈ ರೀತಿ ಜನರನ್ನು ಕರೆದುಕೊಂಡು ಹೋಗುವುದು. ഞങ്ങൾ 8 വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ പോകാനൊരു ചാൻസ് കിട്ടി. 8 ವರ್ಷದಿಂದ ಅಲ್ಲಿ ಹೋಗಲು ದೇವರನ್ನು ಅವಕಾಶ ഞാൻ ಕೊಟ್ಟರು. സാലി മൂത്ത മോളും ഞങ്ങൾ അവിടെ പോകാനിടയായി. ನಾನು ಸಾಲಿಯರು ಹಿರಿಯ ഒരു ಮಗಳು 10-13 ദിവസം അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. 13 ದಿನಗಳಲ್ಲಿ ಸೇವೆ ಮಾಡಲು ಸಾಧ್ಯವಾಯಿತು. അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ನಮಗೆ ಸಿಕ್ಕಿರುವುದು ಭಾಗ್ಯ. അപ്പോൾ ഞങ്ങൾ മനസ്സിലായി, ഏകദേശം 45% ഇന്ത്യക്കാരാണ് അവിടെ താമസിക്കുന്നത്. 45% ಅಲ್ಲಿ ಇರುವುದು ಇಂಡಿಯನ್ಸ್ ಆಗಿದೆ. അതുകൊണ്ടാണ് മോദി അങ്ങോട്ട് ഫിജിയിൽ പോകുന്നവർക്ക് വിസ വേണ്ട, അറൈവൽ വിസയാണ്. ಆಗ ಅಲ್ಲಿ ಹೋಗಕ್ಕೆ ವೀಸಾ ಬೇಡ ಎಂಬುದಾಗಿ അവിടെ പോയി ഇന്ത്യക്കാരെ കാണുക 45% ഇന്ത്യൻ ജനമാണ്. 45% ಅಲ್ಲಿ ಇರುವುದು എല്ലാ ಇಂಡಿಯನ್ಸ್. ഹിന്ദുക്കളായിരുന്നു, ഇന്ന് 90% ക്രിസ്ത്യാനികളായി മാറി. ಎಲ್ಲರೂ ಹಿಂದೂಗಳಾಗಿದ್ರು, ಈಗ ಅವರು ದೇವರನ್ನು ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറിയിരിക്കുകയാണ്.
Christian അത് നമ്മുടെ country. ഇന്ത്യയിലെ ഒരു ആളായിരുന്നു അവിടെ പ്രധാനമന്ത്രിയായിരുന്നത്. India ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದಲ್ಲಿ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್. ഇപ്പൊ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒരു ഫ്യൂജിയൻ മനുഷ്യനാണ്. ಈಗ ಇರುವುದು ಒಂದು ಫಿಜಿಯನ್ ഇങ്ങനെ നാട് കടത്തുന്ന സ്ഥലമാണ് ദ്വീപ് എന്ന് പറയുന്നത്. ಈ ರೀತಿ ಒಂದು ರಾಷ್ಟ್ರ ಇನ್ನೊಂದು ರಾಜ್ಯಕ್ಕೆ ഇങ്ങനെ പത്മോസ് ദ്വീപിൽ യോഹന്നാനെ നാട് കടത്തുവാനിടയായി. ಪದ್ಮೋಸ್ ಎಂಬ ದ್ವೀಪದಲ್ಲಿ ಯೋಹಾನನನ್ನು ಕಳಿಸಿದರು. താൻ അവിടെ കിടന്ന് വളരെ കഷ്ടതയിലായി. ಆತನು ಅಲ್ಲಿ ಕಷ್ಟದಲ್ಲಾಗಿದ್ದನು. അനേക മൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാം, ಅನೇಕ ಮೃಗಗಳ ಶಬ್ದ, അനേക പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദങ്ങൾ ಅನೇಕ കേൾക്കാം. ಬರ್ಡ್ಸ್ ನ ಸೌಂಡ್. അവിടെ കൂരിട്ട് മാത്രമേ ഉള്ളൂ, ಅಲ್ಲಿ ಫುಲ್ ಕತ್ತಲೆ, സഹായത്തിന് ആരുമില്ല. ಸಹಾಯಕ್ಕೆ ಬೇರೆ ಯಾರು ಇಲ್ಲ. താൻ അവിടെ കിടന്നുകൊണ്ട് ഭയപ്പെട്ടു. ಈ ರೀತಿ ಆತನಲ್ಲಿ ಕೂತಿದ್ದಾರೆ. എന്നാൽ താൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. ಆದ್ರೆ ಅಲ್ಲಿ ಆತನು ಆತ್ಮವಿಶ್ವನಾಗಿ. മക്കളെ, നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണെന്നറിയാം? ನಮಗೆ ಕೊಟ್ಟಿರೋ ಪವಿತ್ರ ಆತ್ಮನೇ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ളതാണ്, ನಮಗೆ ಪ್ರತಿಕೂಲತೆಯಲ್ಲೂ ನಾವು ദൈവത്തെ ದೇವರನ್ನು സ്തുതിക്കുവാനുള്ളതാണ്. ದೇವರನ್ನು ಸ್ತುತಿಸಲುವಾಗಿ. 17 വാക്യത്തോടെ നിർത്തി വായിച്ചാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ. കണ്ടോ, ആരെ കണ്ടിട്ടാ? യേശുവിനെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ. ಯೇಸುವನ್ನು ನೋಡಿ അവന്റെ കാൽക്കൽ വീണു. ಆತನು ಯೇಸುವಿನ ಕಾಲಕ್ಕೆ കണ്ടോ, ഒറ്റ മനുഷ്യനുമില്ലാത്ത ആ സ്ഥലത്ത് ಆಗ ಯಾವ ಮನುಷ್ಯನಿಲ್ಲದೆ ಇರುವ ಆ യോഹന്നാൻ കണ്ടത് യേശുവിനെയാണ്. പ്രൈസ് ദി ಅಲ್ಲಿ ലോർഡ്. ಆತನು ಆತ್ಮವಿಶ್ವನಾಗಿ മൃഗങ്ങളുണ്ടായിരുന്നു, മൃഗങ്ങളെയല്ല കണ്ടേ. ಅಲ್ಲಿ ಮೃಗ ಮತ್ತು ಮೃಗವನ್ನೆಲ್ಲ ನೋಡಿದ್ದು. തന്നെ ഏത് സമയത്തും സിംഹങ്ങൾ കടിച്ചു കയറാം, സിംഹത്തിനെയല്ല കണ്ടേ. ಅಲ್ಲಿ ಯಾವ ಸಮಯ ಬೇಕಾದ್ರೂ ಸಿಂಹ ಬಂದು പുലിയല്ല, കടുവായല്ല, ആനയല്ല കണ്ടേ. ಆನೆ ಈ ರೀತಿ ಏನು ಅಲ್ಲ ನೋಡಿದ್ದು. യേശുവിനെ കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ಯೇಸುವನ್ನು ನೋಡಲು അങ്ങനെ യേശുവിനെ കണ്ടിട്ട് ಯೇಸುವನ್ನು ನೋಡಿ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ಈ ರೀತಿ ಯೇಸುವಿನ ಪಾದೆಯಲ್ಲಿ ಬಿದ್ದು. മരിച്ചവനെ പോലെ എന്ന് പറഞ്ഞാൽ താൻ ഭയങ്കര പേടിച്ച് ഭയങ്കരനായി. ಅದರ ಅರ್ಥ ಆತನಿಗೆ ದೇವರು ನೋಡಿ ಆತನ അടുത്തതായി. ಸಾಧ್ಯವಾಗಿದೆ. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. കണ്ടോ, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ಆತನು ಬಲ ಕೈ ನನ್ನ ಮೇಲೆ ಇಕ್ಕಿದನು. ആ പേടിച്ചിരിക്കുന്ന യോഹന്നാന്റെ തലയിലേക്ക് ಈ ರೀತಿ ಭಯದೊಂದಿಗೆ ಈ ರೀತಿ ಶಕ್ತಿಯಲ್ಲಿರುವ യേശുവിന്റെ വലങ്കൈ വെക്കുവാൻ. ಯೇಸುವಿನ ಬಲ ಕೈಯನ್ನು ಯೇಸು ഇന്ന് ಸ್ವಾಮಿ പകൽക്കാലം യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വെക്കും. ಅದೇ ರೀತಿ ಯೇಸು ಸ್ವಾಮಿ ಕರ ನಮ್ಮ ಮೇಲೆ ಇಕ್ಕಬೇಕು. അല്പസമയം കണ്ണുകൾ അടച്ചാണ്. ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚು. നിങ്ങളുടെ ഭയം ഇന്ന് പകൽക്കാലം മാറുകയാണ്. ಭಯ ಇಂದು ಬೆಳಗ್ಗೆ ಸಮಯ യേശു നിങ്ങളുടെ തലയിൽ കരം വെക്കാൻ പോകുന്നു. ಯೇಸು ಸ್ವಾಮಿ ನಿಮ್ಮ ತಲೆಯಲ್ಲಿ എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ನಂಬುತ್ತೀರಾ? വിശ്വാസത്തോടെ പറ, യേശുവേ നിന്റെ കരം എന്റെ തലയിൽ വെച്ചു. ನಿನ್ನ ಕರ ನನ್ನ ತಲೆ ಮೇಲೆ ഓ, ദൈവത്തിന്റെ കരം തലയിൽ വെച്ചാൽ അനുഗ്രഹമാണ്. ಯೇಸು പ്രൈസ് ദി ലോർഡ്. ಸ್ವಾಮಿಯ ಕರ ನಮ್ಮ ತಲೆ ಮೇಲೆ ಇಕ್ಕುವುದು ಆಶೀರ್ವಾದವಾಗಿದೆ. വളരെ ഉൽപ്പത്തി പുസ്തകത്തില് ಅದೇ ಪುಸ್ತಕದಲ್ಲಿ യാക്കോബ് തന്റെ മക്കളെ എല്ലാം വിളിച്ച് ಯಾಕೋಬ ಆತನ ಮಕ್ಕಳೆಲ್ಲ ಕರೆದು തന്റെ കരം തലയിൽ വെച്ച് അവരെ അനുഗ്രഹിക്കുവാനിടയായി. ಆತನ ಕರ ಅವರ ತಲೆ ಮೇಲೆ ಇಕ್ಕಿ കണ്ടോ, ഭൂമിയിലുള്ള ഒരു പിതാവ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കണ്ടോ. ಭೂಮಿಯಲ್ಲಿರುವ ತಂದೆ ಆತನ ಮಕ್ಕಳನ್ನು നമ്മുടെ യേശുപ്പച്ചന്റെ കരം നമ്മുടെ തലയിൽ വെച്ചാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ಯೇಸು ಸ್ವಾಮಿ ಕರ ನಮ್ಮ ആ കരം വെക്കുവാൻ നമ്മൾ തല കുനിഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗം സിംഹാസനവും ഭൂമി പാദപീഠവുമാണ്. ದೇವರ ಸ್ವರ್ಗ ಸಿಂಹಾಸನವು ಭೂಮಿ ആ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുന്ന നമ്മൾ ಆ ದೇವರ ಪಾದಪೀಠದಲ್ಲಿ ಕೂತಿರುವ നമ്മുടെ തലയെ അല്പം കുനിഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവോ പ്രശസ്തിയോ ഒന്നും ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ನಮ್ಮ ಸಾಮರ್ಥ್ಯ ನಮ್ಮ ಬಲ ಬೇಡವಲ್ಲ. അതെല്ലാം അല്പ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ಸಮಯಕ್ಕೆ ಮಾತ್ರವಾಗಿದೆ. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ തല കുനിക്കുന്നവരായി മാറും. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಮ್ಮನ್ನು നമ്മളെ താഴ്ത്തുന്നവരായി മാറും. ನಮ್ಮನ್ನು ತಗ್ಗಿಸಬೇಕು. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറും. ಸಮರ್ಪಿಸಬೇಕು. അവന്റെ തലയിൽ കൈ വെച്ചിട്ട് പറയുകയാണ്, ದೇವ ಯೇಸು ಆತನ ತಲೆ ಮೇಲೆ ಕೈ ಕೇಳು. യോഹന്നാനേ, നീ ഭയപ്പെടരുത്. ಯೋಹನಾನೇ ಭಯಪಡಬೇಡ. മറ്റേ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ಬೇರೆ ಶಿಷ್ಯರಿಗೆ ನಿಮಗೆ ಸಮಾಧಾನ ಎಂಬುದಾಗಿ യോഹന്നാനോട് പറയുകയാണ് യേശു, ಯೋಹನಾನಿಗೆ ಯೇಸು ಹೇಳುವುದು, ഭയപ്പെടരുത്. ಭಯಪಡಬೇಡ, ഭയപ്പെടേണ്ട, ಭಯಪಡಬೇಡ, ഭയപ്പെടേണ്ട. ಭಯಪಡಬೇಡ. എല്ലാവരും നേരിട്ട് പറയും, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. ഇതുപോൽക്കാലം യേശു പറയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടಬೇಡ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ಭಯಪಡಬೇಡ. അതിനോട് പറയാം, ഭയപ്പെടേണ്ട. ಯೋಹನಾನಿಗೆ ಯೇಸು ಭಯಪಡಬೇಡ. പറയാണ്, എന്താ പറയുന്നത്? വായിച്ചേട്ടെ. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നേക്കും ജീവിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കണ്ടോ, ആ യേശുവിന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ಆ ಯೇಸು ಸ್ವಾಮಿ ಬಳಿಕವಾಗಿ നമ്മുടെ യേശു മരിച്ച യേശു അല്ല. ನಮ್ಮ ಯೇಸು ಸ್ವಾಮಿ ಸತ್ತಿರುವ ಯೇಸು ಸ್ವಾಮಿ ഉയർത്ത സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത്
ജീവനോടെ ഇരിക്കുന്ന യേശു. ಸ್ವಾಮಿ ಇವತ್ತು ಜೀವ ಇರುವ ದೇವರಾಗಿದ್ದಾರೆ. ജീവനോടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ಜೀವವಾಗಿರುವವರಿಗೆ ಮಾತ್ರ ಏನಾದರೂ ಮಾಡಲು ಸಾಧ್ಯ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, ഇന്ന് മരിച്ചാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യുവാൻ ಈ കഴിയില്ല. ಲೋಕದ ನಾನು ಇವತ್ತು ತೀರಿ ಹೋಗುವುದಾಗಿದ್ರೆ ನನಗೆ ಅದನ್ನು ഇതുവരെയുള്ള ಮಾಡಲು സമയങ്ങൾ ಸಾಧ್ಯ. മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ಜೀವ ಇರುವ ಸಮಯದಲ್ಲಿ ಮಾತ್ರ ಏನಾದರೂ അല്ലെങ്കിൽ മരിച്ച ശരീരത്തിന്റെ ബോഡി എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ಆಗ ಅದು ಒಬ್ರು ಸತ್ತರೆ ಅವ್ರನ್ನ ನೋಡಿ അതിന് ಬಾಡಿ പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ಅದನ್ನ ಏನು ಮಾಡಲು അത് ಸಾಧ್ಯ. നിർജീവമാണ്. ಅದನ್ನು യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനേ, ಯೋಹನಾನೇ, ഞാൻ മരിച്ചവനായിരുന്നു, ನಾನು ಸತ್ತವನಾಗಿದ್ದೆ, എന്നാൽ ഞാൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ನಾನಿವತ್ತು ಜೀವಂತನಾಗಿದ್ದೇನೆ. അതുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. ಮರಣದ ಪಾತಾಳದ ಬಾಗಿಲು അതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽക്കാലം ദൈവാത്മാവ് ശക്തമായി പറയുക, ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ದೇವರ ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ ആയിരിക്കും. ಯಾವುದಾದ್ರೂ ವಿಷಯದ ಮೇಲೆ ಭಯ എല്ലാ ഭയങ്ങളും മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ಭಯವೆಲ್ಲ ನೀಗಿ ಹೋಗಲಿ. ഓ, നമുക്ക് തന്നിരിക്കുന്ന ദൈവശക്തി ഭയത്തിന്റെ ശക്തിയാണ്. ನಮಗೆ ಕೊಟ್ಟಿರುವ ದೇವರ ಶಕ್ತಿ ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ വായിച്ചിരിക്കാൻ പോകുക. ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം Galatians 4:6. വായിച്ചാണ് മലയാളം. നിങ്ങൾ മക്കളാകൊണ്ട് കേട്ടോ, ഇവിടെ പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോടും ലോകമെമ്പാടുമുള്ള സഭയോടും പറയുകയാണ്, എന്താണ് ಸಭೆಗೆ ಹೇಳುತ್ತಿರುವುದು, വായിച്ചാട്ടെ. നിങ്ങൾ മക്കളാകൊണ്ട് മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അഭിഷേകം പ്രാപിച്ചവർ ഓർക്കണം, നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ്. ಕೊಟ್ಟಿರುವುದು ಸ್ವಪುತ್ರನ ಆತ್ಮವಾಗಿದೆ. അങ്ങനെ നീ ഇനി ദാസനല്ല, അങ്ങനെ ഇനി ദാസനല്ല, പുത്രനത്രേ. ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നമ്മൾ ആരാ? ನಾವು ಯಾರಾಗಿದ್ದೇವೆ? ഭയപ്പെടാനില്ലാത്ത എന്തുകൊണ്ടാ? ನಮಗೆ ಯಾಕೆ ಭಯಪಡಬೇಡ? നമ്മൾ യേശുവിന്റെ മക്കളാണ്. ಯಾಕಂದ್ರೆ ನಾವು ಕರ್ತನ നമ്മൾ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. യേശുവിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ಯೇಸುವಿನ ಪುತ್ರರು ആ ಪುತ್ರಿಗಳಾಗಿದ್ದೇವೆ. ഭാഗ്യം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ಆ ಭಾಗ್ಯ ನಮಗೆ ಹೇಗೆ ಸಿಕ್ತು? കർത്താവിലൂടെയാണ്. ಕರ್ತನ ಮೂಲಕ. അല്പസമയം കണ്ണുകളെ ಎಲ್ಲರ ಕಣ್ಣುಗಳನ್ನು നമ്മുടെ ഭയങ്ങളെല്ലാം മാറും. ಭಯವೆಲ್ಲ ನೀಗಿ ಹೋಗಲಿ. നമ്മുടെ ഭാരങ്ങളെല്ലാം മാറട്ടെ. ನಮ್ಮ ಭಾರವೆಲ್ಲ ನೀಗಿ നമ്മുടെ ಹೋಗಲಿ. നിരാശയെല്ലാം മാറട്ടെ. ನಮ್ಮ ನಿರಾಶೆ ಎಲ್ಲವನ್ನು ನೀಗಿ ಹೋಗಲಿ. നമ്മുടെ സങ്കടമെല്ലാം മാറട്ടെ. ನಮ್ಮ ದುಃಖವೆಲ್ಲ ನೀಗಿ ಹೋಗಲಿ. കർത്താവിന്റെ രണ്ടാമത്തെ വരവാസനമായിരിക്കും. ಕರ್ತನ ಎರಡನೇ ಬರುವಿಕೆ ಆಸನವಾಗಿದೆ. ദൈവങ്ങളെ, ഈ ഭൂമിയിൽ നമ്മൾ അല്പകാലം കഴിയുമ്പോൾ മാറ്റപ്പെടും. ಈ ಲೋಕದಲ್ಲಿ ಸ್ವಲ್ಪ ಕಾಲ ನಂತರ ನಾವು ಇಳಿದು ഒരു ಹೋಗ್ತೇವೆ. നിത്യരാജ്യത്തിലേക്ക് നമ്മൾ ഒരുങ്ങുവാൻ അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ಒಂದು ನಿತ್ಯ ರಾಜ್ಯಕ್ಕೋಸ್ಕರ ನಾವು ആ ಸಿದ್ಧಪಡಿಸಬೇಕು. പ്രത്യാശ നമ്മൾ കൈവിടരുത്. ಆ ನಿರೀಕ್ಷೆಯ ಪ್ರತ್ಯಾಶೆ ನಾವು ഈ ಕೈಬಿಡಬಾರದು. ഭൂമിയിലെ അല്പ കഷ്ടതകൾ വരുമ്പോൾ പുറകോട്ട് പോകുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ಈ ಲೋಕದಲ್ಲಿ ಸ್ವಲ್ಪ ಕಷ್ಟ ಬರುವಾಗ ನಾವು ಹಿಂತಿರುಗಿ ಹೋಗುವುದಲ್ಲ ಕ್ರಿಸ್ತಿಯ ಜೀವನ. പ്രതിസന്ധികൾ വരുമ്പോൾ പുറകോട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ಪ್ರತಿಕೂಲತೆ ಬರುವಾಗ ಹಿಂತಿರುಗಿ ಹೋಗುವುದಲ್ಲ. രോഗങ്ങൾ വരുമ്പോൾ പുറകോട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ರೋಗ ಬರುವಾಗ ಹಿಂತಿರುಗಿ ಹೋಗುವುದಲ್ಲ. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പുറകോട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ಸಾಮಾನ್ಯವಾಗಿ ನಾವು ಕಷ್ಟ ಬಂದಾಗ ಹಿಂತಿರುಗಿ ಹೋಗುವುದಲ್ಲ അതിന്റെ ಕ್ರಿಸ್ತಿಯ എല്ലാ ಜೀವನ. നടുവിൽ യേശു നമ്മളോട് കൂടെയുണ്ട്. ಅದರೆಲ್ಲ ಮಧ್ಯದಲ್ಲೂ ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ ಜೊತೆ ആ ಇದ್ದಾರೆ. ശിഷ്യന്മാരോട് യേശു ಆ പറയുകയാണ്, ಶಿಷ್ಯರ ಹತ್ರ ಯೇಸು ಹೇಳುವುದು, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನ. ഒറ്റ വാക്കേ പറഞ്ഞു. ಒಂದೇ ಒಂದು ಮಾತು ಹೇಳಿ, അധികം കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞു. ಜಾಸ್ತಿ ಏನು ಹೇಳಲಿಲ್ಲ. നേരത്തെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞു ഓർപ്പിച്ചിട്ടുണ്ട്. ಮುಂಚೆ ಅವರಿಗೆ ಅನೇಕ ವಿಷಯ ಹೇಳ್ತಾರೆ. അവരുടെ നടുവിൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ಅವರ ಮಧ್ಯದಲ್ಲಿ ಬಂದು ಹೇಳುವುದು ನಿಮಗೆ ಸಮಾಧಾನ. പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാനോട് പറയുകയാണ്, ಪತ್ಮೋಸ್ ದ್ವೀಪದಲ್ಲಿ ಆಗಿರುವ ಯೋಹನಾನಿಗೆ ಹೇಳುವುದು ഒറ്റ വാക്കേ പറഞ്ഞു, ಒಂದೇ ಮಾತು, യോഹന്നാനേ നീ ഭയപ്പെടേണ്ട. ಯೋಹನಾನೇ ഭയಪಡಬೇಡ. ബൈബിളിലുടനീളം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് അനേക സ്ഥലങ്ങളിൽ. ಬೈಬಲಲ್ಲಿ ಅನೇಕ ಜಾಗದಲ್ಲಿ ಭಯಪಡಬೇಡ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. യോഹന്നാനേ നീ ഭയപ്പെടേണ്ട. ಯೋಹನಾನೇ ಭಯಪಡಬೇಡ. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുകയാണ്, ಕೀರ್ತನೆಗಾರ ದಾವೀದನು ಹೇಳುವುದು, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ನನಗೆ ಭಯ ಬರುವ ಸಮಯದಲ್ಲಿ ನಿನ್ನಲ್ಲಿ കേൾപ്പിച്ച ಆಶ್ರಯಿಸು. വചനങ്ങളെ ഇന്ന് പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം. ನಮಗೆ ದೇವರು ಕೊಟ್ಟಿರುವ ವಚನವನ್ನು ನಾವು ನಮ್ಮನ್ನೇ ಸಮರ್ಪಿಸೋಣ. 6 മണിക്ക് ദൈവാത്മാവിനോട് സംസാരിച്ചു. 6 ಗಂಟೆಗೆ ದೇವರ ಹತ್ರ ಮಾತನಾಡೋಣ. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-20 എഴുതി കാണിച്ചു. മത്തായി 20:19 ഞാൻ മറന്നു പോകാതിരിക്കാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് അവിടെ മാർക്ക് ചെയ്യുവാൻ. ಮರೆತು ಹೋಗದಿರಲು ಬೇಗ ಬೈಬಲ್ ತಗೊಂಡು ಮಾರ್ಕ್ ಮಾಡಿ. ചിലപ്പോ ഇതുപോലെ പല പ്രാവശ്യവും കേൾക്കും, ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് മറക്കാനിടയുണ്ട്. ಕೇಳುತ್ತೇನೆ ಅನೇಕ ಬಾರಿ ರೀತಿ ಬೇಡ ಮರೆತು ಹೋಗುದು. അപ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിച്ചു. ಯಾರ ಹತ್ರ ದೇವರು ಮಾತನಾಡುವುದು. ചില വിഷയത്തിന്റെ മുന്നിൽ ഭയത്തോട് ವಿಷಯದ ಮೇಲೆ ಭಯದೊಂದಿಗೆ ಆಗಿರಬಹುದು. അതുകൊണ്ട്
എല്ലാ ഭയങ്ങളും മാറും. ಎಲ್ಲ ಭಯ ನೀಗಿ ಹೋಗುತ್ತೆ. കർത്താവിനോട് നമുക്കൊരു വാക്ക് പറയാം. ಕರ್ತನೊಂದಿಗೆ ಒಂದು ಮಾತನ್ನು ಹೇಳು. കർത്താവേ, ഞാൻ ഈ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. ಕರ್ತನೇ, ನಾನು ಈ ವಿಷಯದಲ್ಲಿ ഞാൻ ഈ ಭಾರವಾಗಿದ್ದೇನೆ. വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. ಈ ವಿಷಯದಲ್ಲಿ ನನಗೆ ഞാൻ ഈ ಭಯವಿದೆ. വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. ಈ വിಷಯದ ಮೇಲೆ ನನಗೆ ನಿರಾಶೆ ಇದೆ. ഇവരെ മാറ്റണമേ. ಆದ್ರೆ ನನ್ನ ಇದನ್ನು നിങ്ങൾ തന്നെ ഒരു വാക്ക് പറഞ്ഞാണ്. ನೀವೇ ಕರ್ತನ ಹತ್ರ ಒಂದು ಮಾತು ಹೇಳಿ. എല്ലാവരും പറഞ്ഞാണ്. ಎಲ್ಲರೂ ಈಗ ನಿಮ್ಮ ಬಾಯಿ ഇരിക്കുന്നവർ ഒരു വാക്ക് പറഞ്ഞാണ്. ಕೂತಿರುವವರು ದೇವರ ಹತ್ರ കാരണം യേശുവാണ് നമ്മുടെ നടുവിലുള്ളത്. ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಾಗಿದ್ದಾರೆ. ഒഴിഞ്ഞവരായി വന്ന് നിറഞ്ഞവരായി പോകണം. ಏನು ಇಲ್ಲದೆ ಬಂದು ಏನು ಇಲ್ಲದೆ ಹೋಗಬಾರದು. ഭാരത്തോടെ വന്ന് ഭാരത്തോടെ പോകരുത്. ಭಾರತಕ್ಕೆ ಬಂದು ಭಾರತದಿಂದ നിരാശയോടെ വന്ന് നിരാശയോടെ പോകരുത്. ನಿರಾಶೆಗೆ ಬಂದು ನಿರಾಶೆ. ഭയത്തോടെ വന്ന് ഭയത്തോടെ പോകരുത്. ಭಯದೊಂದಿಗೆ ಬಂದು ಭಯದೊಂದಿಗೆ ഭയത്തോടെ വന്ന് സന്തോഷത്തോടെ പോകണം. ಭಯದೊಂದಿಗೆ ಬಂದು ഓ, ಸಂತೋಷ. ഭയത്തോടെ ഇരുന്ന ശിഷ്യന്മാർ ಭಯದೊಂದಿಗೆ ಇರುವ ಶಿಷ್ಯರು യേശുവിനെ കണ്ടപ്പോൾ ಯೇಸುವನ್ನು ನೋಡಿದಾಗ യേശുവായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിക്കുവാനിടയായി. ಅವರು ಸಂತೋಷ. യേശു വരുന്നത് നമുക്ക് സന്തോഷം തരുവാൻ തന്നെയാണ്. ಸ್ವಾಮಿ ಬರುವುದು ನಮಗೆ ಸಂತೋಷ. ശത്രു നമ്മുടെ അടുത്ത് കൂടെ നമ്മളെ നിരാശപ്പെടുത്താനാണ്. ಮಾತ್ರ ಬರುವುದು ನಮ್ಮನ್ನು ನಿರಾಶೆಪಡಿಸುವುದು. അതുകൊണ്ട് യേശു നമ്മുടെ അടുത്ത് വരണം. യേಸು ಮಾತ್ರ ഈ ಬರುವುದು. ദിവസങ്ങളിൽ ദൈവവുമായിട്ടൊരു വലിയ ബന്ധത്തിൽ നമ്മൾ പോകണം. ಈ ದಿನಗಳಲ್ಲಿ ದೇವರ ಹತ್ರ ಒಂದು ಒಳ್ಳೆಯ ಬೆಂಬಲದಲ್ಲಿ ಹೋಗಬೇಕು. നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥന ഉണ്ടാകണം. ಬೇರಿರಬೇಕು. വ്യക്തിപരമായ പ്രാർത്ഥന ആർക്കെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ವ್ಯಕ್ತಿಪರವಾಗಿ ಯಾರಾದರೂ ಪ್ರಾರ್ಥನೆ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ವೈಯಕ್ತಿಕವಾಗಿ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ആത്മീയ ആരാധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ಆತ್ಮಿಕ ಆರಾಧನೆ ಕೊರತೆ കുടുംബത്തിലുള്ള പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ಪ್ರಾರ್ಥನೆ ಕಮ್ಮಿಯಾಗಿದೆ. എല്ലാം മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ಹೀಗೆ ಬರಬೇಕು. കാരണം ഭയമെല്ലാം മാറണം. ಭಯವೆಲ್ಲ നിരാശകൾ മാറണം. ನಿರಾಶೆ ನೀಗು. പ്രത്യാശ നമ്മളിലേക്ക് വരണം. ಪ್ರತ್ಯಾಶೆ ಬರಬೇಕು. കർത്താവിന്റെ രണ്ടാമത്തെ വരവാസന്നമായി ಕರ್ತನ ಎಣ್ಣೆ ಬರುವಿಕೆ ಆಸನ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ಅದಕ್ಕೋಸ್ಕರ ബൈബിൾ പ്രകാരം പറയും, ಬೈಬಲ್ ಈ ಪ್ರಕಾರ ಹೇಳು. ഈ ലോകത്തിൽ മാത്രം നമ്മൾ പ്രത്യാശ ಈ വെച്ചാൽ ಲೋಕದಲ್ಲಿ ಮಾತ್ರ ನಾವು സകല മനുഷ്യരും വഞ്ചിതന്മാരാണ്. ಎಲ್ಲ മനുഷ്യರಿಗಿನ കഴിഞ്ഞ ദിവസത്തെ വാർത്ത നമുക്കറിയാം. ದಿನದ ನ್ಯೂಸ್ ಗೊತ್ತು. ബാംഗ്ലൂർ, ദുബൈ, കേരളത്തിൽ വൻകിട ബിസിനസ് ഉള്ള ആളായിരുന്നു സീരിയസ്. ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ತುಂಬಾ ಚೆನ್ನಾಗಿ ಹಣಕಾಸು ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു റോയി. ಲೋಕ ತಿಳಿಯುವ ವ್ಯಕ್ತಿ ಆಗಿದ್ರು ರೋಹಿ. ഈ ബാംഗ്ലൂരിൽ നമ്മൾ ഈ താമസിക്കുന്ന ഈ പട്ടണത്തിൽ തന്നെ ಈ ಬ್ಯಾಂಗ್ಳೂರು ನಾವು ವಾಸ ಮಾಡುವ ಈ അനേക ಪಟ್ಟಣದಲ್ಲಿ സിനിമാ നടന്മാരെ സന്തോഷിപ്പിച്ചിട്ടുള്ളയാണ്. ಅನೇಕ ಸೆಲೆಬ್ರಿಟೀಸ್ ಅನ್ನು ಸಂತೋಷಪಡಿಸಿರುವ അനേകർക്ക് ബിസിനസ് രംഗത്തിൽ ആത്മവീര്യം പകർന്നയാൾ. ಅನೇಕರಿಗೆ ಮೋಟಿವೇಶನ್ ഞാൻ അല്പം വാർത്ത കേൾക്കുന്നത്, വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ കുറിച്ച് പലതും മനസ്സിലാക്കുവാൻ. ನಾವು ನ್ಯೂಸ್ ಅಲ್ಲಿ ಕೇಳುವಾಗ ಅನೇಕ ವಿಷಯ ಗೊತ್ತಾಗುತ್ತೆ. ചിലർക്ക് വാർത്ത കേൾക്കുന്ന അലർജിയാ, പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ಕೆಲವರು ನ್ಯೂಸ್ ಕೇಳುವುದು ലോകത്തെ കുറിച്ച് അല്പം അറിയണം, ലോകത്തിൽ എന്താ നടക്കുന്നത്. ಲೋಕದ ಬಗ್ಗೆ ನಾವು ബൈബിളിനെ കുറിച്ച് അപ്പോൾ ബൈബിളും ലോകവും തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ಬೈಬಲ್ ಲೋಕದ ಇರುವ ವ್ಯತ್ಯಾಸ ತಿಳಿಯುತ್ತೆ. തന്റെ റിവോൾവർ എടുത്ത് തന്റെ നെഞ്ചത്തേക്ക് തന്നെ വെടിവെക്കുവാൻ ಆತನ ಈ ರೀತಿ ಆತನನ್ನೇ ಶೂಟ್ ಮಾಡಿಕೊಂಡು ബോഡികളുണ്ട്. ಆತನಿಗೆ ಅನೇಕ നമ്മളാരും കണ്ടിട്ടില്ലാത്ത കാറിലാണ്. ഞാൻ ഇതിന്റെ അകത്ത് യൂട്യൂബിലൂടെയാണ് ആ കാറൊക്കെ കാണുന്നത്. ನಾನು ಯೂಟ್ಯೂಬ್ ಅಲ್ಲಿ ಕಾರನ್ನು ನೋಡ್ತೇನೆ. താൻ മാറി മാറി സഞ്ചരിക്കുകയാണ്. ಈ ರೀತಿ ಒಂದೊಂದು സ്വന്തമായി തനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ಆತನಿಗೆ ಓನ್ ಫ್ಲೈಟ್ ಇದೆ. പക്ഷെ നിരാശ, ಆದ್ರೆ ನಿರಾಶೆ, ഭയം, ಭಯ, താൻ സ്വന്തം തോക്കെടുത്ത് തന്നെ വെടിവെക്കുവാൻ. ಆತನನ್ನೇ ಶೂಟ್ ಮಾಡಿಕೊಂಡು കുടുംബം തകർന്നു, ಆ ಕುಟುಂಬ ബിസിനസ് തകർന്നു, ಬಿಸ್ನೆಸ್ ಇದೆ, എല്ലാം തകർച്ചയിലെ ಎಲ್ಲ ಇದಾಗಿ ಹೋಯ್ತು. ഒരു ഭീരുവായി മാറുവാൻ. ಈ ರೀತಿ ಭಯಭೀತನಾದ ദൈവങ്ങളെ നമുക്കൊന്നുമില്ലെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ನಮಗೆ നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും പറയുകയാണ്, ഈ ലോകത്തിലെ എല്ലാം നശിച്ചു പോകുന്ന അല്പകാലത്തേക്ക് ಈ ಲೋಕದಲ್ಲೆಲ್ಲ ನಾಶವಾಗಿ ಹೋಗುತ್ತದೆ. ഇതൊന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കാനില്ല. ದೇವರಿಗೆ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിൽ നമ്മൾ പോയില്ലെങ്കിൽ ಕರ್ತನ ಬರುವಿಕೆಲ್ಲ ಹೋಗಲಿಲ್ಲ. ക്രിസ്ത്യാനിയാന്ന് ബൈബിൾ എടുത്തതിൽ ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ಬೈಬಲ್ അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരു ಕರ್ತನ ಬರುವಿಕೆಗೂ